വുളു എന്ന പദം വരുന്നത് വലാഅത്ത് എന്ന അറബി പദത്തിൽ നിന്നാണ് വുളു എന്ന പദം വരുന്നത്. വലാഅത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രകാശം, വൃത്തി, ഭംഗി എന്നൊക്കെയാണ്. എന്നൊക്കെ അർത്ഥം വരുന്ന പദത്തിൽ നിന്നാണ് വുളു എന്ന പദം എടുത്തിട്ടുള്ളത്. അപ്പോൾ വുളു എന്ന പദത്തിൻ്റെ അർത്ഥം വൃത്തിയാവുക, ഭംഗിയാവുക, പ്രകാശമുള്ളവനാവുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അറബി ഭാഷയിൽ. മഹാത്മാക്കൾ രേഖപ്പെടുത്തി വെക്കുകയാണ്, ഇങ്ങനെ വുളു എന്ന് ഇതിന് പേര് വെക്കാൻ പ്രധാനമായി 3 കാരണങ്ങളുണ്ട്. ഈ കർമ്മത്തിന് വേറെ പല പേരുണ്ടായിരുന്നല്ലോ, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് വുളു എന്നതാണല്ലോ പേരിട്ടത്. അങ്ങനെ വുളു എന്ന പേരിടാൻ പ്രധാനമായും 3 കാരണങ്ങളാണ് പറയുന്നത്. ഒന്നെന്താണ്? ലി ഇസാലത്തിഹി ലിളുൽമത്തി ദുനൂബ്, തെറ്റുകളിൽ മുഴുകി ഇരുട്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ വെളിച്ചത്തിലോട്ട് കൊണ്ടുവരുന്ന ഒന്നാണ് വുളു എന്ന് പറയുന്നത്. നമുക്ക് വിശദീകരിക്കാം, വരുന്ന വഴിക്ക് നമുക്കത് വിശദീകരിക്കാം. തെറ്റിൽ മുഴുകി ഒരു ഇരുണ്ട ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന് നല്ല തെളിച്ചമുള്ളൊരു ലോകത്തിലോട്ടുള്ളൊരു സഞ്ചാരമാണ് വുളു. അതിന് പറയുന്നുണ്ട്, വുളു ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദോഷങ്ങൾ കാരണം നമ്മൾ മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, നമ്മളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ അതൊരു കറുത്ത പുള്ളിയായി അള്ളാഹു തആല മാർക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹു തആല കറുത്ത പുള്ളികളായി മാർക്ക് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ഇരുണ്ടു പോവുകയാണ്, കറുത്തു പോകുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വുളു ചെയ്യുന്നതിലൂടെ ആ പാപങ്ങളിൽ നിന്നൊക്കെ ഒരു വെളിച്ചത്തിലോട്ടുള്ള ഒരു പലായനം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ലി ഇസാലത്തിഹി ലിളുൽമത്തി ദുനൂബ്. രണ്ടാമത്തെ വിഷയം പറഞ്ഞാ ലിഅന്നഹു യുഹസ്സിനുൽ ഇൻസാന വയുനള്ളിഫഹു ബിഇസാലത്തി ദറനിഹി വശഅസിഹി, ശരീരത്തിലുള്ള അഴുക്കുകളെയും അതുപോലെ തന്നെ ജടകുത്തിയ അവസ്ഥകളെയൊക്കെ നീക്കി മനുഷ്യനെ വൃത്തിയും ഭംഗിയുള്ള ഒരാളാക്കുന്നു. വുളു ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിയിലൊരു മനുഷ്യനെ താടിയുണ്ട്, നല്ല കട്ടിലൊരു മനുഷ്യനെ താടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം എത്തുന്ന രൂപത്തിൽ തന്നെ അവനത് കഴുകണം. അവൻ്റെ ശരീരത്തിൽ ഒരു ഉദാഹരണം, രാവിലെ സുബഹിക്ക് നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന സമയത്ത് കണ്ണിൻ്റെ ഇവിടെ പീള ഇരിക്കുന്നുണ്ട്. വുളു ശരിയാകണമെന്നുണ്ടെങ്കിൽ ആ പീള നിർബന്ധമായിട്ടും പോയിക്കൊള്ളണം, ആ പീള നിർബന്ധമായിട്ടും പോയിക്കൊള്ളണം. ഇതൊരു ഉദാഹരണം, നമുക്കിനി വരുന്ന ക്ലാസ്സുകൾ അതൊക്കെ വിശദീകരിക്കാം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാലിന്യം ഉണ്ടെങ്കിൽ ആ മാലിന്യം നീക്കം ചെയ്യപ്പെടുകയാണ് വുളുയിലൂടെ. ഒരു വൃത്തിഹീനമായൊരവസ്ഥ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യപ്പെടുകയാണ്. ഒരു മനുഷ്യൻ്റെ കൈയിൻ്റെ നഖത്തിൻ്റെ വിരൽ ഒരു മനുഷ്യൻ്റെ കൈയിൻ്റെ വിരലിലുള്ള നഖം, അതിൻ്റെ ഉള്ളിൽ ചളിയുണ്ട്, അതിങ്ങനെ വെട്ടാതെ ചളിയുണ്ട്. ആ ചളി ആ നഖത്തിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ വുളു ശരിയാകാൻ പോണില്ല, ആദ്യം ചളി നീക്കണം. ചളി ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണെങ്കിൽ അതിനുള്ളിലോട്ട് വെള്ളം കയറില്ലല്ലോ, വെള്ളം കയറിയില്ലെങ്കിൽ വുളു ശരിയാവില്ല, ജനാബത്തിൻ്റെ കുളിയും ശരിയാവില്ല. മുടി ഡൈ ചെയ്യുക, താടി ഡൈ ചെയ്യുക, കറുപ്പിക്കുക, എന്തുകൊണ്ടാണ് പാടില്ല എന്ന് പറയണത്? അത് ഡൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് വെള്ളം എത്താത്ത ഒരു തരം അവസ്ഥയാണ് ഉണ്ടാകുന്നത്, ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഡൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്. മൈലാഞ്ചി അങ്ങനെയല്ല, മൈലാഞ്ചിയുടെ ശാസ്ത്രീയപരമായിട്ട് തന്നെ മൈലാഞ്ചിയുടെ ഉള്ളിലോട്ട്, ഏത് മൈലാഞ്ചി? നമ്മൾ അരച്ചെടുക്കുന്ന മൈലാഞ്ചിൻ്റെ ഉള്ളിലോട്ട്, ഞാൻ വീണ്ടും പറയുന്നു, അരച്ചെടുക്കുന്ന മൈലാഞ്ചിയുടെ ഉള്ളിലോട്ട് ശാസ്ത്രീയപരമായിട്ട് തന്നെ വെള്ളം എത്തും എന്നുള്ളൊരു പഠനങ്ങളുണ്ട്. പക്ഷെ അതല്ലാതെ നമ്മൾ എന്ത് പേരിട്ട് കൊടുത്താലും ഡൈ ചെയ്യുന്ന ഒരു കാര്യത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യൻ അങ്ങനെ ഡൈ ചെയ്തു, ഡൈ ചെയ്യുന്ന സമയത്ത് ന്യായങ്ങളുണ്ടാകും. ആരാ ഡൈ ചെയ്യാത്ത, അങ്ങനെയൊക്കെ നോക്കിയാൽ നടക്കുമോ? ഇപ്പോൾ ഞാൻ ഒരു വർഷം മുമ്പായിരിക്കും എൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ നാട്ടിൽ തന്നെ ബാർബർ ഷോപ്പിൽ പോയി. അപ്പോൾ ബാർബർ ഷോപ്പിൽ ഞാൻ പോയപ്പോൾ ഞാൻ ഒരു ഷർട്ട് ഇട്ടാ പോയിക്കണേ, ആരും മുടിയെട്ടുന്ന സമയത്ത് തലയിൽ കെട്ടിട്ടിരിക്കൂലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ മൊത്തം കവർ ചെയ്തപ്പോൾ ഏതോ ഒരാൾ ഇരിക്കണ പോലെയാണ് അവിടുത്തെ ഒരാൾ. അപ്പോൾ ഒരു കാക്ക, ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം 65 വയസ്സൊക്കെ ഉണ്ടാവും. ആ മനുഷ്യൻ വന്നിട്ട് താടി ക്ലീൻ ഷേവ് ചെയ്തിരുന്നു, മുടി കറുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഈ ബാർബർ ഷോപ്പിലത്തെ ചങ്ങായിക്ക് എന്നെ അറിയാം, ഞങ്ങൾ നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ അയാൾ തമാശയൊക്കെ ചോദിച്ചു, അല്ല കാക്ക കറുപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം അയാൾ അതിന് ന്യായം പറഞ്ഞു, കറുപ്പിക്കൊക്കെ ചെയ്യാനൊന്നും കുഴപ്പമില്ല, എൻ്റെ പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു കറുപ്പിക്കണം, അപ്പം എൻ്റെ പെണ്ണുങ്ങൾക്ക് എന്നെ കറുത്തുകൊണ്ട് കാണാൻ പൂതിയുണ്ട്, അതുകൊണ്ട് കറുപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് കേട്ടും കുറേ ചിരിച്ച്. പക്ഷെ ഈ മനുഷ്യർക്ക്, ഞാനപ്പോൾ അതിന് പ്രതികരിച്ചതൊന്നുമില്ല, ഈ മനുഷ്യൻ്റെ ഒരു ന്യായമാണത്. ആ മനുഷ്യനെ ന്യായത്തിലാണ് ഇങ്ങനെ കറുപ്പിച്ചു. അത് വിശാലമായ ചർച്ച നമുക്ക് അവിടെ വരുന്നുണ്ട്. സ്ത്രീകൾക്ക് അത് അനുവദനീയമാകുന്ന ഘട്ടങ്ങളുണ്ട്.
സ്ത്രീകൾക്ക് ഭർത്താവിന് അത് ആവശ്യമായി വരികയാണെങ്കിൽ സ്ത്രീകൾക്ക് അനുവദനീയമായ ഘട്ടങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും പ്രത്യക്ഷത്തിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് എന്തായാലും മുടി കറുപ്പിക്കുക, താടി കറുപ്പിക്കുക എന്നുള്ളതൊന്നും ശരിയായ രീതിയല്ല. അത് ശരിയായ രീതി അല്ല എന്ന് പറയുന്നത് അതിൻ്റെ വിഷയം എന്താ? അങ്ങനെ കറുപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജനാബത്തിൻ്റെ കുളി ശരിയാവില്ല. ജനാബത്തിൻ്റെ കുളി ശരിയായില്ലെങ്കിൽ അവൻ്റെ നിസ്കാരം ശരിയാവില്ല. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ എന്താ പ്രശ്നം? നിസ്കാരം സ്വീകരിക്കണില്ല. അപ്പോൾ കറുപ്പിക്കണ സമയത്ത് അതൊന്ന് ആലോചിച്ചാൽ മതി. ന്യായം നമുക്ക് പലതും പറയാം. സാധനം എന്തൊക്കെ പറയാം, അങ്ങനെ ആക്കാൻ പറ്റും, ഇങ്ങനെ ആക്കാൻ പറ്റും ഒക്കെ പറയാം. റബ്ബിൻ്റെ അടുത്ത് എന്ത് പറയും? അവിടെയാണല്ലോ ചോദ്യമുള്ളേ. അള്ളാൻ്റെ അടുത്ത് എന്ത് പറയും എന്നുള്ളിടത്താണല്ലോ ചോദ്യമുള്ളേ. അപ്പം അത് ശരിയാവില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അത് ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ ഈ രണ്ടാമത്തെ കാരണം പറഞ്ഞ എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകൾ, അതുപോലെ ജടകുത്തിയ മോശമായ കാര്യങ്ങളെ തൊട്ടൊക്കെ അത് നീക്കം ചെയ്യപ്പെടും. നമ്മൾ വുളു എന്ന് പേര് വെക്കാനുള്ള റീസൺസിലെ 2 റീസൺ പറഞ്ഞു. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്താണ്? അന്നൂറുല്ലദീ യകൂനു ലിസ്വാഹിബിഹി യൗമൽ ഖിയാമ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വുളുഇനെ നിലനിർത്തുന്ന ഒരു മനുഷ്യൻ അന്ത്യനാളിൽ പ്രകാശിക്കുന്നവനായിട്ടാണ്, പ്രകാശം നൽകപ്പെട്ടവനായിട്ടാണ് വരുന്നത്. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം അല്ലാഹ്. മറ്റ് ഹദീസുകളിലൊക്കെ കാണാം, നമുക്ക് സമയം പോലെ അത് വിശദീകരിക്കണം. വുളു നിലനിർത്തുന്ന ഒരാൾ ഖിയാമത്ത് നാളിൽ അവൻ്റെ വുളുഇൻ്റെ അവയവങ്ങളൊക്കെ നല്ല പ്രകാശമുള്ളവനായിട്ടാണ് വരിക എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഉസ്താദുമാരൊക്കെ, വലിയ വലിയ ഉസ്താദുമാരൊക്കെ എല്ലാ സമയത്തും വുളു എടുക്കും. വുളു ഇല്ലാത്തൊരു സമയം ഉണ്ടാവില്ല. വുളു ഇല്ലാത്ത ഒരു സമയം ഉണ്ടാവില്ല. അപ്പം മുമ്പ് ഒരാൾ ചോദിച്ച്, ഉറങ്ങാൻ നേരത്ത് വുളു എടുക്കണം? ആ സുന്നത്താണല്ലോ, കിതാബിലുണ്ട് എന്ത് വുളു എടുക്കണം. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഭാര്യനെ തൊട്ട് വുളു മുറിയില്ലേ? എന്തായാലും ഉറങ്ങുന്ന സമയത്ത് ഭാര്യൻ്റെ കൂടെ കിടക്കുമ്പോൾ ഭാര്യ നമ്മളെ തൊട്ട വുളു മുറിയൂലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വുളു എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ചോദ്യമാണ്, പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ പിന്നെ ചെറിയൊരു സമയത്തിന് വേണ്ടിയിട്ട് മാത്രം വുളു എടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈ കഴുകുന്നുണ്ടല്ലോ, കൈ കഴുകണം എന്തിനാ? കൈമത്തെ മാലിന്യങ്ങളും മറ്റവശിഷ്ടങ്ങളൊക്കെ പോകാനാ. എന്നിട്ട് പിന്നെ കൈ കഴുകിയിട്ട് പിന്നെ നമ്മൾ പോയി ഭക്ഷണം കഴിക്കുന്നല്ലേ ചെയ്യണേ എന്ന് കരുതിയിട്ട് ഇനി കൈയും ആകും എന്ന് കരുതിയിട്ട് ആരും ഭക്ഷണത്തിന് മുമ്പ് ആരും കൈ കഴുകാതിരിക്കാറില്ലല്ലോ. വേറൊരിക്കൽ ചോദിച്ചില്ലേ, നമ്മുടെ ഇബിലീസിനെ തീയിലിട്ടാൽ പൊള്ളുമെന്ന് ചോദിച്ചില്ലേ? ഇബിലീസിനെ തീ കൊണ്ടാണല്ലോ സൃഷ്ടിച്ചിക്കണേ. അതുകൊണ്ടാണല്ലോ ഇബിലീസ് ആദം നബിക്ക് സുജൂദ് ചെയ്യാതെ പോയത്. ചരിത്രം നമുക്കറിയാം. അപ്പോൾ ഒരാൾ ചോദിച്ച്, അങ്ങനെയാണെങ്കിൽ ഇബിലീസിനെ നരകത്തിലിട്ട ഇബിലീസിന് പൊള്ളുമോ? അപ്പോൾ അതിന് ഉസ്താദ് എടുത്ത മറുപടി, ഒരു കാര്യം ചെയ്താൽ മനുഷ്യനെ സൃഷ്ടിച്ചെന്തുകൊണ്ടാ? മണ്ണുകൊണ്ടാണ്. ഒരു ഇഷ്ടിക എടുത്ത് മനുഷ്യൻ്റെ തലക്കൊന്ന് അടിച്ചു നോക്കിയാൽ മതി, അപ്പോൾ വേദനിക്കുമല്ലേ എന്നറിയാം. രണ്ടും മണ്ണ് തന്നെയാണല്ലോ. ഇഷ്ടികയും മണ്ണാണ്, മനുഷ്യനും മണ്ണാണ്. ഒന്ന് അടിച്ചു നോക്കുക, അപ്പോൾ വേദന വരുന്നുണ്ടെങ്കിൽ ഇബിലീസിനെ തീരിട്ട് ഇബിലീസിനും പൊള്ളും എന്നുള്ളതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള 3 വിഷയങ്ങൾ. ഖിയാമത്ത് നാളിൽ പ്രകാശം കിട്ടുന്നു, വുളു ചെയ്യുന്നതിലൂടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് വരുന്നു, നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള അഴുക്കുകൾ, ഇതെല്ലാം വുളുഇലൂടെ പരിഹരിക്കപ്പെടുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ വിഷയമാണിത്. അപ്പോൾ വുളു എന്ന് പറയുന്ന സംഭവം ജീവിതത്തിൽ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ വുളു എല്ലാ നിസ്കാരത്തിൻ്റെയും മുമ്പ് അല്ലാഹു തആല സംവിധാനിച്ചത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല. മാഇദയുടെ 6-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ടല്ലോ, മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും ഫിദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നില്ല. 5 വക്ത നിസ്കാരം, ആ നിസ്കാരത്തിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായും വുളു ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം നമ്മളെ ബുദ്ധിമുട്ടിക്കലൊന്നുമല്ല. വലാകിൻ യുരീദു ലിയുതഹിറകും, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശുദ്ധി ഉണ്ടാകണം. അവൻ എപ്പോഴും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആവണം. വല്ലാഹു യുഹിബ്ബുൽ മുതഹ്ഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കാണാം. അപ്പോൾ വുളു സംവിധാനിച്ചത് നമ്മളെ ബുദ്ധിമുട്ടാക്കാനൊന്നുമല്ല. അത് നമുക്ക് എപ്പോഴും ശുദ്ധി ഉണ്ടാവണം, നമ്മളെപ്പോഴും വൃത്തിയിൽ നടക്കണം, നമ്മളെപ്പോഴും നല്ല ഉഷാറിൽ നടക്കണം എന്ന് കരുതിയിട്ടാണ്.